ബദറൊള്ളിയാലെങ്കുന്നേ പരിമളം വീശിടുന്നേ മഹിമയേഴും ശൈഖോരെ ഖുത്ബൊലിയോരെ സിയം കരുണ തരും ശൈഖൽ അഅ്ളമി നൂറേ ബദറൊള്ളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയേഴും ശൈഖോരെ ഖുത്ബൊലിയോരെ സിയം കരുണ തരും ശൈഖൽ അഅ്ളമി നൂറേ പല മറലും ഉള്ളോരേ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരു നൂറേ എൻ്റെ മറന്നുകളെല്ലാം പോക്കി ശിഫ തരുവീരേ പല മറന്നും ഉള്ളോരേ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരു നൂറേ എൻ്റെ മറന്നുകളെല്ലാം പോക്കി ശിഫ തരുവീരേ ബദറൊള്ളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയേഴും ശൈഖോരെ ഖുത്ബൊലിയോരെ സിയം കരുണ തരും ശൈഖൽ അഅ്ളമി നൂറേ വഴിയറിയാതെ നിന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭ കനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ വഴിയറിയാതെ ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭ കനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ മുമ്പിലുള്ളവർ കുറച്ചുകൂടി കസേര മുമ്പ് കിട്ടാൽ ആ ബാക്കിലുള്ളവർ മഴ നനയേണ്ട ആവശ്യമില്ല. സംഗതി അൽഹംദുലില്ലാഹ് കണ്ട ഒരുപാട് ചെറുപ്പക്കാരിപ്പം അങ്ങോട്ട് കയറി വന്നു. അള്ളാഹു അവർക്ക് ബറക്കത്ത് കൊടുക്കട്ടെ. മോനെ ആ കസേര കുറച്ച് മുന്നിൽ കിട്ടാലും മഴ നനയേണ്ട വെച്ചിട്ടാ. നിങ്ങൾ മഴ വെള്ളം വരാത്ത സ്ഥലത്തേക്ക് ഇരിക്കണേ. അള്ളാഹു ബറക്കത്ത് നൽകണേ. 23 കൊല്ലമായി നമ്മുടെ ഉമർക്ക പറഞ്ഞു ഇവിടെ ഖുത്ബിയ്യത്ത് തുടങ്ങിയിട്ട്. അള്ളാഹു ശൈഖ് ജീലാനി തങ്ങളെ ബറക്കത്ത് കൊണ്ടൊന്ന് ആമീൻ പറയണം. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ആമീൻ പറയണം. അല്ലാഹുമ്മ ഹവാലൈനാ ആമീൻ. അല്ലാഹുമ്മ ഹവാലൈനാ لا علينا يا رب العالمين. اللهم حوالينا لا علينا يا رب العالمين. الحمد لله. ഈ മഴ ഞങ്ങൾക്ക് ഖൈറായ മഴയാക്കണേ അല്ലാഹ്.
ഖൈറായ നിലക്ക് നമ്മുടെ ഈ പരിപാടിക്ക് തടസ്സമില്ലാത്ത രൂപത്തിലാക്കണേ അല്ലാ. മഴ കടപ്പുറത്ത് കണ്ട് പോയിക്കോട്ടെ. അതന്നെ, അതാണ് എപ്പോഴും പൊതുവെ അല്ലേ. സിദ്ദീഖാജിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ല കൊടുക്കണേ അല്ലാ. മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, എന്നാലും വേണ്ടിയില്ല. കുറേ ആൾക്കാർക്ക് കാലിന് വേദനയുള്ളവർ, കയ്യിന് വേദനയുള്ളവർ, നമ്മുടെ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഹാറൂനി ഉസ്താദ് എന്നോട് ദുആരിക്കാൻ പറഞ്ഞു. എന്തിനാ ദുആരിക്കാൻ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഉപ്പായുടെ പെങ്ങളെ മകൻ 7 ബ്ലോക്കുണ്ട്, ഓപ്പറേഷൻ നിർബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പാടെ പെങ്ങൾക്ക് അവർക്കും രോഗമാണ്. അതുപോലെ ഈ പരിസരത്ത് കുറേ ആളുകളുണ്ട് രോഗികളായിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അൽഹംദുലില്ലാഹ് ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് യാ അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഈ പരിപാടി മജ്ലിസിലുള്ള ദുആക്ക് അൽഹംദുലില്ലാഹ് ഖുത്ബിയ്യത്ത് ചൊല്ലിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മഗ്രിബിന് ശേഷം ഖുത്ബിയ്യത്ത് ചൊല്ലിയ ദിക്ർ ചൊല്ലിയ മജ്ലിസാണ്. അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് തടസ്സമില്ലാതെ റാഹത്താക്കി തരണേ അല്ലാഹ്. 23 വർഷമായി പള്ളിയിൽ, ചെറിയ പള്ളിയിൽ നടക്കുന്ന ഈ ഖുത്ബിയ്യത്ത്, ഇതിൽ എത്രയോ പങ്കെടുത്ത ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാര് മരിച്ചുപോയി യാ അല്ലാഹ്. ഈ ഇരിക്കുന്ന പലരുടെയും ബാപ്പമാര് മരിച്ചുപോയി, ഉമ്മമാര് മരിച്ചുപോയി. ഉപ്പ മാത്രമാണ് മരണപ്പെട്ടത്. ഉമ്മക്ക് അവരെ ഉമ്മയും മരിച്ചിട്ടില്ല, എൻ്റെ ഉമ്മയും മരിച്ചിട്ടില്ല. ആഫിയത്തുള്ള ദീർഘായുസ് ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് നൽകണേ അല്ലാഹ്. ശൈഖ് മുഹയ്യിദ്ദീൻ തങ്ങളുടെ മജ്ലിസാണ്. ഒന്നുകൂടി ആമീൻ പറയാം. അല്ലാഹുമ്മ ഹവാലൈന യാ അല്ലാഹ് ആമീൻ. അല്ലാഹുമ്മ ഹവാലൈന ആമീൻ. എന്താ മോനെ കൊടുക്കണത്? മിൻഹാജ എന്താ കൊടുക്കണത്? കടലൊക്കെ ചീർണി. അതിപ്പം കുറപ്പം തീരുമല്ലപ്പോൾ ഇഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അത് ഉണ്ടാവില്ല, കുറച്ച് പൊതിയേ ഉള്ളൂ. അല്ലാഹു ഈ മജ്ലിസിലേക്ക് പൊതി കൊണ്ടുവന്നവർക്ക്, ചീരണി കൊണ്ടുവന്നവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഖുത്ബിയ്യത്തിൻ്റെ ചീർണിയാണല്ലേ അല്ലാഹ്. നമ്മളെ മിൻഹാജും ഇവൻ്റെ പേരെന്താ? വലിയ വളണ്ടിയർമാരാണ് അവർ. റാസിൽ. അൽഹംദുലില്ലാഹ്. എല്ലാം അതുപോലെ അതാ +2 പഠിക്കുന്ന കുട്ടികൾ സദസ്സിലിരിക്കുന്നുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഞങ്ങളെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ അല്ലാഹ്. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സാരല്ല, കുറച്ച് സമയം പറയാം, പിന്നെ നമുക്ക് ദ്വാരന്നിട്ടുണ്ട്. മഴ സ്ട്രോങ് ആകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല മഴ നിൽക്കുകയാണെങ്കിൽ പറയും ചെയ്യാം അല്ലേ. മുഹയ്യിദ്ദീൻ ഷേഖ് വഫാത്തായിട്ട് എത്ര കൊല്ലായി? ആർക്കറിയാം? 886 കൊല്ലമായി. എത്ര കൊല്ലായി? 886 കൊല്ലമായി എന്ന് പറഞ്ഞാൽ 900 കൊല്ലത്തിൻ്റെ അടുത്തായി. പെങ്ങളെ ശരിക്കും ശ്രദ്ധിക്ക്, എത്ര കൊല്ലായി? 886 കൊല്ലമായി. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്തായിട്ട് 886 കൊല്ലമായി. പക്ഷേ ലോകം അവരെ മറന്നിട്ടില്ല. അവരെ പറ്റിയുള്ള സ്മരണകൾ ഒരിക്കലും ലോകം മറന്നിട്ടില്ല. അല്ലാഹ് അവരെ പറ്റിയുള്ള ഓർമ്മകൾ എല്ലാ കൊല്ലവും അതിങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മയായി വരികയാണ് അല്ലേ. യാ സുൽത്താനൽ ഔലിയാഇ യാ ഗൗസുൽ അഅ്ളമു യാ അബ്ദൽ ഖാദിരി ഇന്നാ നർജു മിൻകൽ ഗൗസ ദായിമൻ ലനാ യാ
മിൻഹാജ് സ്റ്റേജിക്ക് കയറി വാടാ. അള്ളാഹു സ്റ്റേജിൽ കയറാനും പ്രസംഗിക്കാനുള്ള വിധി ഉണ്ടാകാനും റസൂലുള്ളാന്റെ മദ്ഹ് പറയാനും നമ്മളെ മിൻഹാജ് എന്ന പൊന്നുമോനും ഓൻ്റെ കൂടെ നടക്കുന്ന റാസിൽ എന്ന് പറയുന്ന മോനും അള്ളാഹുവേ റസൂലുള്ളാന്റെ മദ്ഹ് പറയണം, പാടണം, സ്റ്റേജിന്മേൽ കയറണം. തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ എന്തേ പറഞ്ഞത്? എത്ര കൊല്ലായി ശൈഖവർകൾ വഫാത്തായിട്ട്? എത്ര കൊല്ലായി മോനെ? എത്ര കൊല്ലായി? മറന്നങ്ങള് അതാ ആ കുട്ടികൾ പറയുന്നുണ്ട് 800 എത്ര കൊല്ലായി മോനെ? 886 കൊല്ലമായി. 886 years ago الشيخ محي الدين عبد القادر الجيلاني رضي الله عنه passed away. 800 കൊല്ലമായി, 900 കൊല്ലമായി. എന്നിട്ടും ലോകം മറന്നിട്ടില്ല. യാ സുൽത്താനൽ ഔലിയാ യാ ഗൗസുൽ അഅ്ളമു യാ അബ്ദൽ ഖാദിരി ഇന്നാ നർജു മിൻകൽ ഗൗസ دائما لنا يا مأوى الملتجي الحائر يا سلطان الأولياء يا غوث الأعظم يا عبد القادر إنا نرجو منك الغوث دائما لنا يا مأوى الملتجي الحائر نال جيلان جلالا إذن على سعد ميلاد مبارك لك حتى فاش صيت العالي في كل بدية وحواضر نال جيلان جلالا. ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പുസ്താദ് പറയണം, മോനെ ഡോണ്ട് സ്പീക്ക്. ചോന്ന ഷർട്ടുള്ള കുട്ടി മോനെ, നല്ല മക്കളാണ് അവർ. അതുകൊണ്ടാണല്ലോ മജ്ലിസിൽ വന്നത്. കുറച്ചു നേരത്തിനും ഉണ്ടാകുന്നാൽ മതി, 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോയാൽ ഞങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. അള്ളാഹു ആ മക്കളൊക്കെ നന്നാക്കണേ. വർത്താനം പറയല്ലടാ മാണിക്കല്ലേ. ആ കുട്ടികൾ പിന്നെയും വർത്താനം പറയാം. ഡോണ്ട് സ്പീക്ക്. അള്ളാഹു ഈ മക്കളൊക്കെ നന്നാക്കണേ അല്ലാഹ്. ഇവിടെ വന്ന ഒരുപാട് കുട്ടികൾ +2 പഠിക്കുന്ന മക്കളുണ്ട്, SSLCക്ക് പഠിക്കുന്ന മക്കളുണ്ട്, പെൺമക്കളുണ്ട്, SSLCക്ക് പഠിക്കുന്നവർ, +2 പഠിക്കുന്നവർ. നല്ല വിജയം നൽകണേ അല്ലാഹ്. മാർച്ചിൽ പരീക്ഷയാണ്, നല്ല റാഹത്തോടുകൂടി A+ കിട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വർത്താനം പറയാൻ പാടില്ല, മനസ്സിലായില്ലേ? ഈ സദസ്സിനെ ബഹുമാനിക്കണം. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നല്ല ബഹുമാനമുള്ള അദബുള്ള മക്കളാക്കണേ അള്ളാഹ്. നാല ജീലാനു ജലാലൻ. ജീലാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് വല്ലാത്ത ജലാലിയത്ത് കിട്ടിപ്പോയി. ജീലാൻ എന്ന് പറഞ്ഞ സ്ഥലം ആദ്യകാലത്ത് ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. പിന്നെ എന്തുകൊണ്ടാ മഹത്വം കിട്ടിയത്? എന്തുകൊണ്ടാ കിട്ടിയത്? മക്ക രാജ്യത്തിന് മഹത്വം കിട്ടിയത് എന്തുകൊണ്ടാ? ഏറ്റവും വലിയ മക്ക രാജ്യത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അല്ലേ? എന്നാ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? എന്താ മോനെ? എന്താ അറിയോ? ശരിയാ ഒരു ഉത്തരം പറഞ്ഞ കുട്ടിക്ക് സമ്മാനം കൊടുക്കും, സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തും, മിൻഹാജിനെ വിളിച്ചു വരുത്തിയ മാതിരി. ശരിയാണ്, ഉറക്കപ്പറ. ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, നല്ലൊരു ഉത്തരാണ് ഓൻ പറഞ്ഞത്. പക്ഷെ എന്താ ലോകത്തിന്റെ ഖിബലയാണ് അല്ലേ? മക്കയിലേക്ക് തിരിഞ്ഞിട്ടാണ് ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. എന്താ മോനെ പേര്? സിദാൻ. അൽഹംദുലില്ലാഹ്. ലോകത്ത് വലിയ പേരുള്ള കളിക്കാരന്റെ പേരാണ്. പടച്ചോനെ ഇവനെ
ഒരു ബറക്കത്തുള്ള പള്ളിക്കമ്മിറ്റിയിലെ കളിക്കാരനാക്കണേ അല്ലാ. പള്ളിക്ക് വേണ്ടി നല്ല നിലക്ക് കളിക്കുന്ന ഒരാളാക്കണേ അല്ലാ. നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സസൈസാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെ കയറി ഇറങ്ങി അതൊരു കളിയാണ്. അങ്ങനെ ദീനിന് വേണ്ടി വീടുകളിൽ കയറി ഇറങ്ങുന്നവനാക്കണം അല്ലാ. ശരിയാണ്, ഖിബ്ല അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام فول وجهك شطر المسجد الحرام صدق الله عز وجل سبحانه وتعالى لا إله إلا هو الحمد لله. അള്ളാഹ് നമ്മൾ അബൂബക്കർ ലത്തീഫി ഉസ്താദ് അമ്മിനിക്കാടല്ലേ നാട്? അൽഹംദുലില്ലാഹ്. ഒരുപാട് കാലം മരിക്കണത് വരെ നമ്മളെ എടക്കര മഹല്ലത്തിൽ നല്ല ബറക്കത്തുള്ള സേവനം ചെയ്യാൻ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആമീൻ പറയുവാനെ. അപ്പൊ ആ കുട്ടി പറയാണെന്ത്, ആര്? സിദാൻ പറയാണെന്ത്? എൻ്റെ വാപ്പാന്റെ പേരെന്താ മോനെ? ഉപ്പാടെ പേര് അബൂബക്കർ. നമ്മൾ അബൂബക്കറിന്റെ മകൻ പറയാണ് മക്ക. അള്ളാഹു ആ കുട്ടിക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ആദ്യമായിട്ട് ഒരു ഉത്തരം പറഞ്ഞ ആ കുട്ടിയാണ്. എന്താ മോനെ പറഞ്ഞത്? കഅബ ഖിബലയാണ് അല്ലേ? അത് ശരിയാണ്. ശരിയായ ഉത്തരം പറഞ്ഞവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് സമ്മാനമുണ്ട്. വെറുതെ ആവൂല, പോകാൻ പാടില്ല. അഥവാ പോവുകയാണെങ്കിൽ പറഞ്ഞിട്ടേ പോകാവൂ. നല്ല സമ്മാനം ഇവിടെ മാത്രമല്ല, ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും കിട്ടാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു ഫാത്തിഹങ്ങൾ ഓതണം എല്ലാവരും. ആരുടെ പേരിൽ? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരിൽ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയതായ ഖുർആനിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. റജീന എന്ന പെങ്ങളെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയതായ ഖുർആനിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. നമ്മളെ ഖലീലിന്റെ ഭാര്യ അല്ലേ റജീന? നിങ്ങൾക്ക് അറിയില്ലേ? എന്നാ അങ്ങനെ റജീന ഉണ്ട്. ആരെയാ പറഞ്ഞ്? വാട്സാപ്പിന്റെ റിവായത്താണ് റജീന മരിച്ചിട്ടുണ്ട് എന്ന്. അല്ലാഹു തആല ആ എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്വർഗം കൊടുക്കണേ അല്ലാഹ്. മുഹീദ്ദീൻ ഷെയ്ഖ് ഞങ്ങളെ ബറക്കത്ത് കൊണ്ട്. മോനെ, മക്ക രാജ്യത്തിനെ പറ്റിയാണ് നമ്മളെ ചർച്ച. നമ്മളെ അബൂബക്കറിന്റെ മകൻ സിദാൻ എന്താ പറഞ്ഞത്? മക്ക രാജ്യത്തിന്റെ മഹത്വം എന്താണ്? ഖിബലയാണ്. എന്നാ അതാണോ ഏറ്റവും വലിയ മഹത്വം? അതല്ല. അതിനേക്കാളൊക്കെ മഹത്വം എന്താണ്? അത് ശരിയാണ്, അത് ശരിയാണ്, അതിന് സമ്മാനമുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ മഹത്വം വല്ലതുണ്ടോ? ഉണ്ടോ ഉസ്താദെ? മക്ക രാജ്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ഏതാണ്? ഏറ്റവും വലിയ മഹത്വം ആ രാജ്യം അള്ളാന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെറ്റ നാടാണ്. അതാണ് ഏറ്റവും വലിയ മഹത്വം. മക്ക രാജ്യം കഅബയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഏറ്റവും വലിയ മഹത്വം അതല്ല. ഏറ്റവും വലിയ മഹത്വം ഏതാണ്? അബന മൗലിദുഹു അൻതി ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, എല്ലാരും ബുർദ ചെല്ലുന്നവരാണ്. ചെല്ല് അബന മൗലിദുഹു അൻ തീബി ഉൻസുരിഹി ഉസ്താദയാത്ത് مبتدئين يطيب مبتدئين منه ومختتمين.
നിയാസ് അല്ലേ? ഈ ഉസ്താദിന് വലിയ ദറജ, വലിയ പദവി. ഉറക്കനെ ചെല്ലുന്ന ഉസ്താദ്. അപ്പൊ ഉറക്കനെ ചെല്ലുന്ന പോലെ വെറുതെ ആവൂല. കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞതാണ്, ആണുങ്ങളെ ദിക്ർ ചെല്ലുമ്പോൾ ഉറക്കനെ ചെല്ലണം. ഈ ഉസ്താദിന് ഇവിടെ മാത്രമല്ല, നാളെ സ്വർഗത്തിലും ഉറക്കനെ ബുർദ ചെല്ലണം. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഉറക്ക ചൊല്ലണം, അതബോടുകൂടി. അതേ സമയം അതബിന് എതിരാകാത്ത ഉറക്കാണെന്നതിന് കുഴപ്പമൊന്നുമില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബൈത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിലാണ്, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ മിമ്പർമ കയറിയിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയപ്പോൾ ആരും കേൾക്കാത്ത ഒച്ചയില അല്ല, എല്ലാരും കേൾക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ അതബ്. അതബിന് കേടാകാത്ത ഒച്ചൊക്കെ വേണം അല്ലേ? വേണ്ടേ? ബഹുമാനപ്പെട്ട ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫത്ഹ് മക്കയുടെ സമയത്ത് പറഞ്ഞു. എന്ത്? ബഹുമാനപ്പെട്ട ഹക്കീം ഇബ്നു ഹിസാം വിളിച്ചു പറയാണ്, ഫത്ഹ് മക്കന്റെ സമയത്ത് അട്ടസമിട്ടു വിളിച്ചു പറഞ്ഞു, ഹക്കീമാഹോ മക്കികളെ, തിട്ടം മുഹമ്മദിൻ പട്ടാളത്തിനുമൈ കീഴടങ്ങാൻ അരുളേ. അട്ടസമിട്ടു വിളിച്ചു പറഞ്ഞു, ഹക്കീമാഹോ മക്കികളെ, തിട്ടം മുഹമ്മദിൻ പട്ടാളത്തിനുമൈ കീഴടങ്ങാൻ അരുളേ. മക്കക്കാരെ, യാ അഹ്ല മക്ക, അങ്ങനെ തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോഴല്ലേ നാട്ടുകാർ കേൾക്കുള്ളൂ. ആരാ വിളിച്ചു പറഞ്ഞത്? ഹക്കീം റളിയല്ലാഹു അൻഹു. അപ്പൊ അതേമാതിരി ഉറക്കനെ പറഞ്ഞോടത്ത് ഉറക്കെ തന്നെ പറയണം. ബാങ്ക് കൊടുക്കുന്ന ഏറ്റവും ഉറക്കനാക്കണം എന്ന്. ഏറ്റവും സൗണ്ടുള്ള ആളാണ് ബാങ്ക് കൊടുത്തത്. അതാരാണ്? സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പൊ ശബ്ദം ആവശ്യമുള്ളടത്ത് ശബ്ദം വേണം. അത് ഉസ്താദുകൾ ബാക്കി പൂർത്തിയാക്കിയിട്ടില്ല. അബാന മൗലിദു ചൊല്ല്, അബാന മൗലിദു അൻ طيبي عنصره يا طيب مبتدئين منه ومختتم يوم تفرس فيه الفرس أنهم قد أنذروا بحلول البؤس والنقم جل مولاي صل وسلم دائما أبدا على حبيبك. അല്ലാ, കുട്ടികളടക്കം വലിയ ആൾക്കാരടക്കം പെങ്ങന്മാരടക്കം ഉമ്മമാരടക്കം മൗലായ ചൊല്ലിപ്പോയി, സ്വലാത്ത് ചൊല്ലിപ്പോയി. കബൂലാക്കണേ അല്ലാ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇന്നാ നസ്അലുക യാ അല്ലാ. അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ അബാന മൗലിദുഹു അൻ ത്വയ്ബി ഉൻസുരിഹി. എന്താ പറഞ്ഞത്? മൗലിദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പെറ്റ സ്ഥലം. അതെവിടെയാ മോനെ? അതാണ് മക്ക. മക്ക രാജ്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അത് കഅബയാണെന്നുള്ളതല്ല. മൂസാ നബിന്റെ ഉമ്മത്തുകൾ കഅബയിലേക്ക് തിരിഞ്ഞല്ല നിസ്കരിച്ചത്. പിന്നെ എങ്ങോട്ടാ തിരിഞ്ഞത്? ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് നിസ്കരിച്ചത് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു മഹത്വം ഖിബില അല്ല. ഏത്? കഅബ. അത് നമ്മളെ ഖിബിലയാണ്, ഹബീബായ. അപ്പൊ ഏറ്റവും വലിയ മഹത്വം അല്ലാഹുവിന്റെ റസൂലിനെ പെറ്റ സ്ഥലമാണ്. യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു അന്നഹും ഖദ് ഉൻദിറു ബിഹുലൂലിൽ ബുഅസി വന്നിഖം. എന്താ പറഞ്ഞത്? തഫറസ ഫീഹിൽ ഫുർസു, പേർഷ്യക്കാരും ലോകത്ത് ആയിരക്കണക്കായ കൊല്ലം തീയനെ മാത്രം ആരാധിച്ച പേർഷ്യക്കാര്, സൊറാസ്ട്രിയൻ മതക്കാര്. എന്ത് മതക്കാര്? എന്താ മോനെ?
സൊറാസ്ട്രിയൻ മതക്കാരൻ. അവരെ മഅബൂദ് ഏതാ? അവരാരാധിക്കുന്നത് എന്തിനെയാ? തീയിനെയാണ്. ആ തീ കെട്ടുപോയി. എപ്പോഴ്? റസൂലുള്ളാഹിനെ പറ്റപ്പോ യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു അന്നഹും ഖദ് ഉൻദിറു ബിഹുലൂലിൽ ബുഅസി വന്നിഖം. ദാ നിങ്ങൾക്ക് വലിയ അപകടം വരാനുണ്ട്, പേർഷ്യക്കാർക്ക് വലിയ അപകടം വരാനുണ്ടെന്ന് നേരത്തെ തന്നെ വലിയ വലിയ പ്രവചനക്കാര് പ്രവചിച്ചിട്ടുണ്ട്. തൗറാത്ത് പഠിച്ചവർ, പൂർവകാലത്തുള്ള ഗ്രന്ഥങ്ങൾ, കിതാബുകൾ പഠിച്ചവർ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവചനത്തിൽ പറഞ്ഞത് ഇന്നത്തെ ദിവസമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു പോയി. എന്നിട്ട് ബഹുമാനപ്പെട്ട ബൂസീരി ഇമാം പറയാണ്, الملتئم والنار خامدة الأنفاس من أسف عليه والنهر ساهل عيني من سدمي وساء الساوة أن غلت بحيرتها ورد واردها بالغيظ حين ظلمي. മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ല്. മൗലായ, അത് സ്വലാത്താണ്, ചൊല്ല്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക. അൽഹംദുലില്ലാഹ്. ഇവിടെ എല്ലാവരും ചൊല്ലി നല്ലൊരു ബറക്കത്തുള്ള സദസ്സ്. നമ്മളെ ഏത് അമലും അല്ലാഹ് കബൂലാക്കിയിട്ടില്ലെങ്കിലും കബൂലാക്കും എന്ന് ഗ്യാരണ്ടി ഉള്ള ഒരു അമലേതാണ്? സ്വലാത്താണ്. അപ്പൊ ഈ സ്വലാത്ത് അല്ലാഹു കബൂലാക്കും. അക്കൂട്ടത്തിൽ ഞങ്ങളെ ദുആ കബൂലാക്കണേ അല്ലാഹ്. എന്തിനാ ഞാൻ പറഞ്ഞ ബൈത്തൊക്കെ ചൊല്ലുന്നത്? എന്തിനാ? വസാഅ സാവത അൻ ഗാലത് ബുഹൈറതുഹാ വറുദ്ദ കഅന്ന ബിന്നാരി മാ ബിൽ മാഇ മിൻ ബലലിൻ കഅന്ന ബിന്നാർ. ആയിരക്കണക്കായ കൊല്ലം കത്തിക്കപ്പെട്ട, പേർഷ്യയിൽ കത്തിക്കപ്പെട്ട ആ തീ എന്തായി? കെട്ടുപോയി എന്ന് മാത്രല്ല, കെട്ടാൽ എന്തുണ്ടാവും? നമ്മളിപ്പോ ഒരു അടുപ്പ് കത്തിച്ചാൽ അതിൽ തീ കെട്ടുപോയാൽ പിന്നെ ചൂടുണ്ടാവും. തീ കനൽ കുറച്ചുണ്ടാവും അല്ലേ? വെണ്ണൂറിൽ ചൂടുണ്ടാവും, വെണ്ണീറിൽ ചൂടുണ്ടാവും. എന്നാ അവിടെ അങ്ങനല്ല സംഭവിച്ചത്. കഅന്ന ബിന്നാരി മാ ബിൽ മാഇ മിൻ ബലൽ. കേട്ടോ? അവിടെ തീ കെട്ടുപോയെങ്കിലും ചൂടില്ല, പിന്നെ ഭയങ്കര തണുപ്പ് വന്നുപോയി. അങ്ങനെ ഒരുപാട് അത്ഭുതം പറയാൻ ടൈമില്ല, അത് വിശദീകരിക്കാൻ പറ്റിയ ഒരു വിശാലമായ സമയമല്ല ഇപ്പോ. മാത്രല്ല, അപ്പൊ അതുകൊണ്ട് ജനനം ഇസ്ലാമില് പ്രാധാന്യമുണ്ട്. മഹാന്മാരെ പെറ്റ സ്ഥലം ബറക്കത്താണ്, മഹാന്മാര് വഫാത്തായ സ്ഥലം ബറക്കത്താണ്, മുഅ്മിനീങ്ങളെ മഹാന്മാര് തൊട്ടത് ബറക്കത്താണ്. അതുകൊണ്ടാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോനായ ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള്, ഇബ്നു ഉമർ എന്ന പേരിൽ ലോകപ്രസിദ്ധനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്ത സ്ഥലങ്ങളെല്ലാം നോക്കി കണ്ടുപിടിച്ചിട്ട് അന്വേഷിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി ഹബീബായ തങ്ങളെ നെറ്റിവെച്ച സ്ഥലമെല്ലാം ഇബ്നു ഉമർ തങ്ങൾ സുജൂദ് ചെയ്യുകയാണ് ബറക്കത്ത് കിട്ടാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിവെച്ച സ്ഥലത്തിന്റെ ബറക്കത്ത് കിട്ടാൻ. അത് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അങ്ങനെയാണ്. എന്നാലോ ഔലിയാക്കന്മാരെ കാര്യം പറഞ്ഞാൽ ലികുല്ലി വലിൻ ലഹു ഖദമു വഇന്നി അലാ ഖദമിൻ നബി ബദ്രിൽ കമാലി ചൊല്ല് മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്.
ലികുല്ലി വലിൻ ലഹു ഖദമുൻ. ഓരോരോ നബിമാർക്ക് ഒരു എന്തുണ്ട്, ഒരു മാർഗദർശനമുണ്ട്, ഒരു ഇഅ്തിമാർ, ഒരു മുഅ്തമദുണ്ട്. എന്നാൽ വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി, ബദറുൽ കമാലായ മുസ്തഫായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എൻ്റെ മാർഗദർശനം, എൻ്റെ ജദ്ദാണ്. വ ഇന്ന ജദ്ദി റസൂലല്ലാഹ് കാന യഖൂൽ, എൻ്റെ ഉപ്പാപ്പയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ, ആ ഹബീബായ തങ്ങളാണ് എൻ്റെ അവലംബം. നിങ്ങൾ നോക്ക് മോനെ, ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറഞ്ഞൊരു വലിയനെ പറ്റി ഖുർആന്റെ തഫ്സീറുകളിൽ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വലിയന്റെ പേരാണ്, ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയന്റെ പേരാണ് ഏത്? ആസഫ് ഇബ്നു ബർഖിയ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട വലിയാണോ? അല്ല. പിന്നെ ഏത് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട വലിയാണ് നിങ്ങൾക്ക് അറിയോ? ആർക്കും പറയാം, തെറ്റിയ കുഴപ്പമൊന്നുമില്ല. പറട്ടെ. ആരാ ആസഫ് ഇബ്നു ബർഖിയ? ഏത് നബിയുടെ? അതാ പറഞ്ഞല്ലോ, ആരോ. അള്ളാഹു പറയാൻ തൗഫീഖ് നൽകണേ അള്ളാഹ്. മോനെ, ആ കുട്ടിയുടെ ഉത്തരം പറഞ്ഞല്ലോ. നിങ്ങൾ ഇവിടെ രണ്ടാളും ഇവിടെ വന്നാണ്. അല്ല, മൂസാ നബിന്റെ പേര് പറഞ്ഞല്ലോ. ഇവിടെ വാ. എന്നാലും ഒരു നബിയുടെ പേര്, നബി മാത്രമല്ല റസൂലുമാണ്. രണ്ടാളും ഇവിടെ വാ. അള്ളാഹ് ഈ കുട്ടിയൊക്കെ സമ്മാനം കൊടുക്കണം. ഇങ്ങോട്ട് കേറി വാടാ മാണിക്കല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു ഈ കുട്ടിയൊക്കെ നല്ല ദർജയിലേക്ക് കയറിപ്പോകാൻ. മൂസാ നബിന്റെ പേര് പറഞ്ഞ ആളെ വെറുതെ വിടാൻ പറ്റും? നമ്മൾക്ക് 50 നേരം നിസ്കരിക്കേണ്ടതായിരുന്നു. അത് 5 വഖത്താക്കി ചുരുക്കി കിട്ടിയത് ആരെ കെയർ ഓഫിലാ? മൂസ അലൈഹിസ്സലാമിന്റെ കെയർ ഓഫിലാണ്. അറിയില്ലേ? മിഅ്റാജിന്റെ രാത്രി അല്ലേ ചുരുക്കി അള്ളാഹിനോട് ചുരുക്കി തരാൻ പറയാന്ന് പറഞ്ഞത് ആരാ? 9 തവണ പറഞ്ഞയച്ചത് ആരാ? മിഅ്റാജിന്റെ രാത്രി. മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. മൂസ അലൈഹിസ്സലാമാണ് സംഗതി. ഈ മോൻ പറഞ്ഞത് ശരിയായ ഉത്തരമൊന്നുമല്ല, പക്ഷെ ഒരു നബിയുടെ പേരാണല്ലോ. ആസഫ് ഇബ്നു ബർഖിയ ഏത് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ മോൻ പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്താണ്. ആ കറക്റ്റ് ആൻസർ ഒന്നുമല്ല, റോങ് ആണ്. എന്നാലും ഒരു നബിയുടെ പേര് പറഞ്ഞല്ലോ. ആർക്കെങ്കിലും അറിയോ? അള്ളാഹു ഈ കുട്ടിക്ക് ബറക്കത്ത് കൊടുക്കണേ. അള്ളാഹ് തെറ്റായ ഉത്തരാണെങ്കിലും ശരി ഉത്തരം പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും നമ്മൾ നല്ല സമ്മാനം കൊടുക്കും. എന്താ മോനെ പേര്? ഷാൻ. ബാപ്പാന്റെ പേര് ഷിഹാബ്. എവിടെ പോയി? ഗൾഫിലായതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ കറാമത്തൊന്നും എൻ്റെ വാപ്പാക്ക് വന്നിട്ടില്ല എന്നായി കുട്ടി പറയണത്. അള്ളാഹു ആ വാപ്പാക്ക് വലിയ ബറക്കത്ത് കൊടുക്കണേ അള്ളാഹ്. അപ്പൊ ഏത് നബിയുടെ ഉമ്മത്തിലാണ് ആസഫ് ഇബ്നു ബർഖിയ? നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടത്. നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് ആസഫ് ഇബ്നു ബർഖിയ. ഏത് നബിയുടെ ഉമ്മത്ത് ആർക്കെങ്കിലും അറിയോ? ഈസാ നബി. അല്ലാഹു തആല മൂപ്പർക്ക് ഈസാ നബിന്റെ കൈപിടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ മുമ്പുള്ള നബിയാണല്ലോ. പടച്ചോനെ, അയാൾക്കും എനിക്കും ഞമ്മക്ക് എല്ലാവർക്കും ഈസാ അലൈഹിസ്സലാമിന്റെ കൈപിടിക്കാൻ ആമീൻ പറ തൗഫീഖ് നൽകണം അല്ലാഹ്. ഈസാ അലൈഹിസ്സലാമിന്റെ നെറ്റിയിൽ ബഹുമാനത്തോടെ ഒന്ന് ചുംബിക്കാൻ സ്വർഗത്തിൽ വെച്ച് അയാൾക്ക് പ്രത്യേകിച്ച് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ല, ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറഞ്ഞ ഏത് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാ? അതാണ് എന്റെ ശരിയായ ഉത്തരം. മാഷാ അല്ലാഹ്. നിങ്ങളെ പേരെന്താ? ഉമർ. ഇവിടെ എല്ലാവരുടെ പേരും ഉമറാണ്. നല്ല പേരാണ്. നേരത്തെ ഒരാളുടെ പേര് വെച്ചപ്പോൾ അതും ഉമർ. അതൊരു നല്ല ലക്ഷണം. പേര് നന്നാകുന്നുള്ള വലിയ ലക്ഷണം. മോനെ പഠിച്ചു വെച്ചോ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിലാണ് ആസഫ് ഇബ്നു ബർഖിയ എന്ന വലിയുള്ളത്. ജിന്നും ഇൻസും മുടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗതലപതികൾക്കധിപതിയായി വാഴുമ്പോൾ
ഗദ്ഗദ സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബായല്ലോ ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബായല്ലോ ഇരവിലും പോലും തൊട്ടാൽ കൈ പൊള്ളുന്നൊരു വെണ്ടരി മണലിൻ മധ്യത്തിൽ കൊട്ടാരത്തിന് തട്ടുകളെട്ടുണ്ട് എട്ടെട്ടിലും കോട്ടയും കുറിസുണ്ട് മണിമാണിക്യ കട്ടില് നാലാം തട്ടിലിരിപ്പുണ്ട്. സുലൈമാൻ നബിന്റെ ചരിത്രമാണത്. അള്ളാഹ് നമ്മളെ ഉമർക്ക പറഞ്ഞു, അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കൈപിടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ കുട്ടി ഇന്നാലൊരു മൂസാ നബിന്റെ പേര് പറഞ്ഞിട്ട് ഒരു ബർക്കത്തുള്ള സമ്മാനം കൊടുക്കലേ. ആരാ തരിക? ഉസ്താദ് ചിരിക്കുക, സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടേ? കുഞ്ഞമ്മാജിക്കോനെ മൂപ്പരിക്ക നമ്മളെ ജമാഅത്ത് കമ്മിറ്റിന്റെ മഹല്ല് കമ്മിറ്റിന്റെ പ്രസിഡന്റാണ്. വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഷാഹിദ് ഉസ്താദാണ്. മാഷാ അല്ലാഹ്. ഷാഹിദ് ഉസ്താദിന് ഒരുപാട് സമ്മാനം കൊടുക്കാൻ, സ്വതഖ കൊടുക്കാൻ. ആമീൻ പറയൂ. ഷാഹിദ് ഉസ്താദിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ബറക്കത്തുള്ള വരുമാനം ധാരാളം കിട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളൊക്കെ ബറക്കത്തുള്ളവരാക്കണേ അല്ലാഹ്. മോനെ വലത്തെ കൈ പിടിക്കും. തക്ബീർ. മൂസാ നബിന്റെ പേര് പറഞ്ഞ വകയിൽ സമ്മാനം. എന്താ വാപ്പാന്റെ പേര്? ശിഹാബ്. അവിടെ അടുത്ത ആള് വാ. എന്താ കുട്ടിന്റെ പേര്? സിദാൻ. ഉപ്പാന്റെ പേര് അബൂബക്കർ. എവിടെ ഉള്ളത്? ഇവിടെ ഉണ്ടോ? ഗൾഫിലാണ്. ഇവിടുത്തെ എല്ലാവരും ഗൾഫിലാണ്. അൽഹംദുലില്ലാഹ്. ഫൈസൽ ഗൾഫിലാണ്. ആര്? ബാവാഹജിന്റെ മകൻ. മുഹമ്മദ് അലിക്ക ഭയങ്കര മറവിക്കാരനുമാണ്. അവരമ്മാവൻ. ഒരു സംഗതി ഞാൻ ഏൽപ്പിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അള്ളാഹ് സ്വർഗത്തിനെങ്കിലും കിട്ടാൻ അള്ളാഹുവെ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഓർമ്മ ശക്തി നല്ലോണം കൊടുക്കണേ അള്ളാഹ്. തക്ബീർ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഇനി മറക്കണ്ട. ആസഫ് ബിൻ ബർഖിയ ഏത് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടതാ? ലെറ്റ്സ് ഗോ. ഇവിടുത്തെ കുട്ടികളോടൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി, മലയാളം പറഞ്ഞ ആവശ്യമില്ല. നല്ല മക്കളാണ് മാഷാ അല്ലാഹ്. അപ്പൊ സുലൈമാൻ നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് ആസഫ് ബിൻ ബർഖിയ. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഒരു വലിയനെ പറ്റി സൂറത്ത് യാസീനിന്റെ തഫ്സീറുകളിൽ മഹാന്മാര് പറയുന്നുണ്ട്. ആ ഹബീബുൻ നജ്ജാർ എന്നവര് റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ല, വേറൊരു നബിയുടെ ഉമ്മത്താണ്. നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾ ഈസാ നബിന്റെ പേരല്ലേ പറഞ്ഞത്? അല്ലാഹ് ഈസാ നബിയെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സംഗതി ശരിയായ ഉത്തരല്ലെങ്കിലും അള്ളാന്റെ റസൂലിന്റെ നബി മാത്രല്ല, റസൂലാണ് ഈസാ അലൈഹിസ്സലാം. നബി എന്ന പദവിന്റെ പുറമെ പിന്നെയും പദവി കൂടുമ്പോൾ ആ റസൂലാകുക. മുസ്ലിയാരി എന്ന് പറഞ്ഞ പദവിന്റെ പുറമെ പിന്നെ മുദർരിസും കൂടി കൂടുമ്പോൾ ഒന്നുകൂടി വലുതാവും. അതേമാതിരിയാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഒരു വലിയന്റെ ചരിത്രം പറയുന്നുണ്ട്. قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين قيل ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന വലിയനെ കൊന്നു കളഞ്ഞു ആ നാട്ടുകാര്. അന്താക്കിയക്കാര്, അന്താക്കിയ എന്ന് പറയുന്ന നാട്ടുകാര് കൊന്നു കളഞ്ഞു. കൊന്ന് അവർ മരണപ്പെട്ടപ്പോൾ ഈ നാട്ടിലും ഒരാളെ കൊന്നില്ലേ ശത്രുക്കൾ, സുഹൃത്തുക്കളെ? അവര് മരണപ്പെട്ടപ്പോൾ അള്ളാന്റെ മലായിക്കത്ത് വന്നിട്ട് പറയാണ്, ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് ഹബീബുൻ നജ്ജാർ തങ്ങളോട് പറയാണ്. ഏത് സൂറത്തിലെ ആയത്തുള്ളത് ഓർമ്മണ്ടോ?
അത് മറന്നുപോയി. അതാ പറഞ്ഞ അള്ളാഹു തആല എനിക്കും ഇങ്ങൾക്കും നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. അത് എവിടെയുള്ളതെന്ന് അറിയില്ലേ? ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അത് യാസീനിലുള്ള വർത്താനം പറയില്ലേ? നല്ല കട്ടക്കാലായി. അപ്പൊ സഹായിച്ചാൻ മരോൻ അമ്മശങ്കാനെ സഹായിച്ചാണ്. രണ്ടാക്കും അള്ളാഹു താല സ്വർഗത്തിൽ പോകാൻ മക്കൾ പരമ്പരന്റെ കൂടെ സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകണേ അള്ളാഹ്. ആമീൻ പറയും. എല്ലാവർക്കും ഞാനും ഒരു അമ്മോശനാണ്. അപ്പോൾ അത് യാസീൻ സൂറത്തിലുള്ളതാണ്. മറവി എല്ലാവർക്കും എപ്പോഴും പറ്റും. അള്ളാഹു മരിക്കണ സമയത്ത് മറക്കാതെ ദിക്ർ ചൊല്ലാൻ, മറക്കാതെ റസൂലുള്ളാഹിനെ ഓർക്കാൻ, മറക്കാതെ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം എന്താ മക്കളെ, മുഅ്മിനീങ്ങളെ? അതേ ആസഫ് ബിൻ ബർഖിയ സുലൈമാൻ നബിയുടെ കാലത്തുള്ള വലിയാണ്. ഹബീബുൻ നജ്ജാർ ആരുടെ കാലത്തുള്ള ആളാണ്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള വലിയാണ്. എന്നാൽ ആ ഔലിയാക്കൾക്കൊന്നും ഇല്ലാത്തൊരു പദവിയുണ്ട്. ആർക്ക്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കൾ ഏറ്റവും വലിയ ഡിഗ്രി ഉള്ളവരാരാണ്? ഏറ്റവും വലിയ ദറജ ഉള്ളവരാരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഏത് കൊല്ലത്തിലാ ജനിച്ചത് എന്നറിയോ നിങ്ങൾക്ക്? അവര് ജനിക്കണത് മുഹീദ്ദീൻ മാലയിൽ പറയാണ് താരീഖ് 470 ചൊന്നേ നാൾ കൈലാനിയം നാട് തന്നിൽ പിറന്നോവർ ചൊല്ല് അല്ലാഹ് തിരുപേരോ തുതിയും സ്വലവാത്തും. ആണുങ്ങൾക്ക് അറിയില്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് അറിയില്ലേ? ഒന്ന് ചൊല്ലി വെക്കുമ്മമാരെ. അല്ലാഹ് തിരുപേരോ തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ബേദാംബർ ആലം ഉടയവൻ യഗൽ അരുളാലേ ആയ മുഹമ്മദാവർ കീഴാണോവർ. അല്ല ഇവിടെ ഇരിക്കാം, നിങ്ങൾ വന്നുകണെന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കോറോത്തയിൽ മഹലിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അല്ലേ ആയിക്കോട്ടെ, സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയിരുന്നു ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല. സ്വർഗത്തിലുള്ള ലിസ്റ്റിൽ അള്ളാഹു താല ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിലേക്കുള്ള ലിസ്റ്റ് എവിടെ ഉണ്ടാവും? റസൂലുള്ളാഹിന്റെ കയ്യിലുണ്ടാവും. അതിൽ നമ്മളെ പേരും അഷ്റഫാജിന്റെ പേരും അല്ലേ, നിങ്ങളെ പേരും മരുവൻ്റെ പേരും മരുവൻ്റെ കുട്ടികളെ പേരും എൻ്റെ കുട്ടികളെ പേരും നമ്മളെല്ലാവരും മക്കളെ പേരും അഷ്റഫാജിൻ്റെ മകൻ തൗഫീഖിൻ്റെ പേര് അതിൽ വരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. അങ്ങനെ റസൂലുള്ളാഹിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവും. എവിടെ? സ്വക്കാക്ക് എന്ന ഹദീസ് പറഞ്ഞ് അങ്ങനെ ഉസ്താദെ, സ്വക്കാക്ക് ലിസ്റ്റ്, മുഅ്മിനീങ്ങളെ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ പേരുണ്ടാകട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നമ്മൾ പറഞ്ഞത് താരീഖ് 470 ചൊന്ന നാൾ, 470ാമത്തെ കൊല്ലത്തിലാണ്. എന്തിന്റെ 470? അള്ളാഹിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് ഹിജറ ചെന്നതിന്റെ 470ാമത്തെ കൊല്ലം. അള്ളാഹിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് റസൂലുള്ള മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ പോയതിന്റെ എത്രാമത്തെ കൊല്ലം? 400. മാഷാ അല്ലാഹ്. ലൈക്ക് സിദ്ദാൻ. ആ 470ാമത്തെ കൊല്ലം ആണ് ആര് ജനിച്ചത്? മുഹീദ്ദീൻ ശൈഖ് ജനിക്കുന്നത് അല്ലേ? താരീഖ് 470 ചൊന്നേ നാൾ കൈലാനി എന്ന നാട് തന്നിൽ പിറന്നോവർ ചൊല്ല് അല്ലാഹ് ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസി സമദാനി. മാഷാ അല്ലാഹ്. ആ കുട്ടി നല്ല ഉഷാറിൽ ചൊല്ലിക്കണ്. അല്ലാഹ് നല്ല ബർക്കത്താക്കട്ടെ. ഭയങ്കര സന്തോഷായി. എന്താ അവൻ്റെ പേര്? ഞാൻ വിചാരിച്ചു അവനക്ക് ഒന്നും അറിയില്ല എന്നാ.
ഓനെല്ലാം അറിയും, ആവശ്യമുള്ളതൊക്കെ ഓനക്കറിയും. എന്താ പേര്? സമീർ, സെമിദ്. അൽഹംദുലില്ലാഹ്, വെറൈറ്റി പേരുകളാണ്. ലാ യഅരിഫു ഹാദാ മുവഹിദുൻ വല്ല ഗൈർ മുവഹിദ്. അല്ലാഹ് അൽഹംദുലില്ലാഹ്, നല്ല വെറൈറ്റി പേര്. അല്ലാഹ് ബർക്കത്താക്കട്ടെ. അൽഹംദുലില്ലാഹ്, സെമിദ് ആയിക്കോട്ടെ. ഓനത് പാടിയല്ലോ, മാഷാ അല്ലാഹ്. സന്തോഷം. ഇഷ്ടം വരുമ്പോൾ എങ്ങനെ ആക്കൽ അല്ലേ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? 470 കൊല്ലം ആയപ്പോഴാണ് അള്ളാന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജറ പോയതിന്റെ എത്രാം കൊല്ലം? 470ാമത്തെ കൊല്ലം. അതായത് റസൂലുള്ള വഫാത്തായതിന്റെ 460ാമത്തെ കൊല്ലം. അതൊക്കെ നമ്മളെ ഖതീബ് ഉസ്താദിനോട് ചോദിച്ചാൽ മതി. റസൂലുള്ള വഫാത്ത് ഖതീബ് ഉസ്താദിന് കൂടുതൽ മറുപടി കൊടുക്കാൻ, അത് ആ മറുപടികൾ നല്ല തഹ്ഖീഖുള്ളതാകാൻ എനിക്കും ഞങ്ങളെപ്പോലത്തെ ഉസ്താദുമാർക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ വഫാത്തായതിന്റെ 460ാമത്തെ കൊല്ലം അല്ലേ? അന്നാണ് ആര് ജനിച്ചത്? മുഹീദ്ദീൻ ശൈഖ് ജനിച്ചത്. കണ്ടോ? എന്നിട്ട് അവര് 90 കൊല്ലം, നന്നായി 90 കാലം ഇരുന്നോവർ ഇരിയമ്മയേകൽ കേട്ടാരെ ഇരുന്നോവർ നന്നായി 90 കാലം ഇരുന്നോവർ. 90 കൊല്ലാണ് അവർ ജീവിച്ചത്. ആര്? അപ്പൊ 886 കൊല്ലമായി ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ വഫാത്തായിട്ട് ലോകം അവരെ മറന്നിട്ടില്ല. അവരെ ജനിച്ച സ്ഥലം, അതിന്റെ ബറക്കത്ത് മറന്നിട്ടില്ല. യാ സുൽത്താനൽ ഔലിയാ. തിരൂരങ്ങാടിയിലെ ബാപ്പുസ്താദ് മഹാകവിയാണ്. അറബി ഭാഷയുടെ സാഹിത്യത്തിന്റെ ഇല്ലിപ്പടി കണ്ട മഹാനാണ്. അറബികൾക്ക് പോലും കഴിയാത്ത വിധത്തിലുള്ള വലിയ ഗ്രന്ഥങ്ങൾ അറബിയിൽ തന്നെ ഉണ്ടാക്കിയ മഹാനാണ്, ഫഖീഹാണ്. തഫ്സീറിന്റെ വിഷയത്തിൽ മഅനി, മന്തിഖ്, ബദീഅ, നഹ്വ്, സർഫ് എല്ലാത്തിലും കഴിവുള്ള ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, യാ സുൽത്താനൽ ഔലിയാ, യാ ഗൗസുൽ അഅ്ളമു. യാ ഗൗസൽ അഅ്ളമി എന്നുള്ള തെറ്റാ ഖുതുബിയത്തിന്റെ പ്രിന്റിംഗിൽ. അതുകൊണ്ട് ഉസ്താദുമാരൊക്കെ ശരിക്കും ചൊല്ലില്ലേ, ഗൗസുന്നല്ല ശരി. യാ ഗൗസുൽ അഅ്ളമു, യാ സുൽത്താനൽ ഔലിയാ, യാ ഗൗസുൽ അഅ്ളമു, യാ അബ്ദൽ ഖാദിരി, ഇന്നാ നർജു മിൻകൽ ഗൗസ ദായിമൻ ലനാ, യാ മഅവൽ മുൽതജിൽ ഹൈരി. അതെങ്ങനെ ചൊല്ലുക? യാ ഗൗസുൽ അഅ്ളമു. പിന്നെ നാല ജീലാനു, അടുത്ത സ്റ്റെപ്പ്, നാല ജീലാനു ജലാലൻ. ജീലാൻ എന്ന നാട്ടിന് ബറക്കത്ത് കിട്ടിപ്പോയി. എന്തുകൊണ്ട്? ഇത് നാല ജീലാനു ജലാലൻ. ഇത് നാല സഅദ മീലാദിൻ മുബാറക്കിൻ. ആ ജീലാൻ എന്ന നാട്ടിൽ വല്ലാത്തൊരു ബറക്കത്തുള്ള മീലാദ് സംഭവിച്ചു പോയി. ജനനം ബറക്കത്തുള്ള ജനനം എന്നാ പെറ്റത്. മുഹീദ്ദീൻ ശൈഖിനെ പെറ്റത് ശഅബാൻ 29 അന്ന് മഗ്രിബിന്റെ സൂര്യൻ അസ്തമിക്കണേന്റെ കുറച്ച് മുന്നെയാണ്. ഏത് ഡേറ്റിലാണ് മോനെ പെറ്റത്? മുഹീദ്ദീൻ ശൈഖിനെ പറ്റത് ശഅബാൻ. അൽഹംദുലില്ലാഹ്, ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. ഒരുപാട് ശഅബാൻ ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഒരുപാട് റമദാനിൽ ഇബാദത്ത് എടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശഅബാൻ 29 അന്ന് എന്തായി? 29 അന്ന് മഗ്രിബിന്റെ കുറച്ച് മുമ്പാണ് പ്രസവം നടക്കുന്നത്. ശഅബാൻ 29 സൂര്യൻ അസ്തമിച്ച ഉടനെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മാസപ്പിറവി കണ്ടാൽ പിറ്റേന്ന് എന്താണ്? റമദാൻ 1. അന്ന് രാത്രി നേരം വെളുക്കുന്നത് വരെ ഈ കുട്ടി മുല കുടിച്ചു. മുലപ്പാല്, ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചു. അപ്പൊ മാസം കണ്ടിട്ടുണ്ടോ?
സൂര്യൻ അസ്തമിച്ച ഉടനെ മാസപ്പിറവി കണ്ടിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു. ചിലര് പറഞ്ഞ് കണ്ടിട്ടില്ലെങ്കിൽ നാളെ ശഅബാൻ 30 ചില ആൾക്കാർ പറഞ്ഞു അല്ല റമദാൻ 1 കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെയുള്ള ആ രാത്രി നേരം വെളുക്കുന്നത് വരെ ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച കുട്ടിയാണ് ആര്? شيخ جيلاني هذا الحمد لله له شيخ جيلاني يا شيخ محي الدين عبد القادر جيلاني يا غوث محي الدين عبد القادر جيلاني السرعار رباني السرعار رباني يا شيخ محي الدين عبد القادر جيلاني يا غوث محي الدين عبد القادر جيلاني السرعار رباني السرعار رباني موفت كت تت نت لام ميميلul മുൻമും മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ മൂവെട്ട് കെട്ട് തട്ട് നട്ട് ലാം മീമിലുൾ മുൻമും മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമിലാടിയിടും ജീലാനി ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമിലാടിയിടും ജീലാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി السرعار رباني السرعار رباني يا شيخ محي الدين عبد القادر جيلاني يا غوث محي الدين عبد القادر جيلاني السرعار رباني السرعار رباني പ്രകൃത ശുദ്ധം മദ് ശദ് നിർദവൃതമാം സാരല്ല ഖല്ലി ബൈട്ടോ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാരല്ല മഴയാണ് ഉസ്താദെ. ഹാജിയാരെ മുഹമ്മദ് അലി ഹാജി ഭയങ്കര മഴയാണ്. മൂപ്പരെല്ലാവരും ഹജ്ജിന് കൊണ്ടുപോകുന്ന ആളാണ്. മൂപ്പര് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ ദോഷി എനിക്കുൾ മാപ്പ് വീശു വീശുലേശമേ ദോഷിയാണ് ഞാൻ എൻ്റെ ദോഷം പൊറുക്കണം എന്നാര് പറയാണ്? ഷെയ്ഖ് അബ്ദുർ റസാഖ് മസ്താൻ. ആ മഹാനാണ് ഈ പാട്ടുണ്ടാക്കിയത് ഉസ്താദ്. ആര്? ഷെയ്ഖ് അബ്ദുർ റസാഖ് മസ്താൻ. ദോഷി എനിക്കുൾ മാപ്പ് വീശു വീശുലേശമേ എനിക്ക് മാപ്പ് നൽകണേ. ദോഷി എനിക്കുൾ മാപ്പ് വീശു വീശുലേശമേ ദയ്യാന ദയ ചെയ്വനി ഹയ്യുൽ ഖയ്യൂമേ. ദോഷി എനിക്കുൾ മാപ്പ് വീശു വീശുലേശമേ ദയ്യാന ദയ ചെയ്വനി ഹയ്യുൽ ഖയ്യൂമേ. ഹാശി അബ്ദുർ റസാഖിൻ വാക്ക് കേൾക്ക ജമാനി ഹാശി അബ്ദുർ റസാഖിൻ വാക്ക് കേൾക്ക ജമാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി യാ ശൈഖ് يا سيدي سندي غوثي ويا مددي كل ظاهرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين. ഏത് രോഗം മാറണം നിങ്ങൾ ചെല്ല് യാ മുഹിയ്യ الدين യാ മുഹിയ്യ الدين യാ മുഹിയ്യ الدين അബ്ദുൽ ഖാദിർ. അൽഹംദുലില്ലാഹ് അല്ലാഹ് കബൂലാക്കട്ടെ. ആ കുട്ടി പറഞ്ഞ മാതിരി ഷെയ്ഖ് ജീലാനി തങ്ങൾ ജനിച്ച ഏത് കൊല്ലത്തിലാ? താരീഖ് 470 ചൊന്ന നാൾ. കണ്ടോ
ആ ബഹുമാനപ്പെട്ടവര് അന്ന് രാത്രി ആ ചെറിയ കുട്ടി അബ്ദുൽ ഖാദിർ എന്നവരെ പേര്, ആ കുട്ടി അതാ സുബഹിന്റെ ബാങ്ക് വിളിക്കണത് വരെ ഉമ്മാന്റെ മുലപ്പാല് കുടിക്കുകയാണ്. സുബഹിന്റെ ബാങ്ക് കേട്ട് കഴിഞ്ഞ് അതിനുശേഷം ഉമ്മ ശൈഖ് ജീലാനി തങ്ങളെ ഉമ്മ, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ഉമ്മ ഈ കുഞ്ഞിന്റെ ആ മധുകുംഭം, ഉമ്മാന്റെ മധുകുംഭം അത് കുടിക്കാത്തവരാരുണ്ടാവൂല. അത് കുടിക്കാത്ത ആളാരാ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ഒരു ചങ്ങായിണ്ട്, സാമിരി അല്ലേ? അയാൾ കുടിച്ചിട്ടില്ല. അയാൾക്ക് മുലപ്പാല് പാല് കൊണ്ടേ കൊടുത്തതാരാ? ജിബ്രീൽ എന്ന മലക്ക. ആ സാമിരി വഴി പഴച്ചുപോയി. ജിബ്രീലിന്റെ മുലപ്പാല് കിട്ടിയ ആളുണ്ടല്ലോ, അത് നാശായി, വഴി പഴച്ചുപോയി അല്ലേ? മൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറായി പോയി. അങ്ങനെയാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? എന്തേ പറഞ്ഞത് ആജിയരെ? സുബഹിന്റെ ടൈമായപ്പോ ഉമ്മ മുല വെച്ചു കൊടുക്കുമ്പോ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ കുടിക്കണില്ല. ഈ കുട്ടി സാധാരണ കുട്ടിയല്ല. മുതലായ റമദാനിൽ അന്ന് ഒരു പകല് മാത്രല്ല 30 പകലും മുല കുടിച്ചിട്ടില്ല. മുതലായ റമദാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാതോവർ ചെല്ല് അല്ലാ തിരുപേരു സ്തുതിയും സ്വല. ആരാ ഒരാളെ സ്തുതിയും എന്ന് പറഞ്ഞ് അങ്ങനെ പറയണ്ട. സ്തുതി അതിലില്ല, സ്തുതിന്നേ ഉള്ള പോലെ പഴയ മലയാളത്തിൽ കിസ്സപ്പാട്ടിലുള്ള മുഹൈദ്ദീൻ മലയിലുള്ള മാതിരി പാടിയാൽ മതി. അത് നമ്മൾ സ്തുതി നാക്കണ്ട. ഇപ്പത്തെ മലയാളത്തിലെ വാക്കാണ് സ്തുതി. പക്ഷെ പഴയ കാലത്ത് ഇത് 500 കൊല്ലം മുമ്പുള്ള സാഹിത്യമാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറയുന്ന മനുഷ്യനാണ് അത്രേ മലയാള ഭാഷയിൽ അക്ഷരങ്ങൾ കണ്ടുപിടിക്കുകയും അക്ഷരങ്ങൾ മാലോകരെ പഠിപ്പിക്കുകയും ചെയ്തത്. അത് എത്ര കൊല്ലായി? തുഞ്ചത്ത് എഴുത്തച്ഛൻ ഭാഷ കണ്ടുപിടിച്ചിട്ട് 300 കൊല്ലായോ? ആയിട്ടില്ല. 250 ആയിട്ടില്ല. എന്നാൽ 500ഓളം കൊല്ലം മുമ്പ് കേരളത്തിലെ മാപ്പിളമാർ അക്ഷരം നമ്മളെ സ്വന്തം ഭാഷയിൽ അക്ഷരം പഠിച്ചവരാണ്. അറബി നേരത്തെ അറിയാം. കണ്ടോ? അന്ന് സാഹിത്യം മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ മലയാളികളായ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ സാഹിത്യകൃതി അതേതാണെന്നറിയങ്ങള്? അതാണ് മുഹ്യിദ്ദീൻ മാല. കോഴിക്കോടത്തൂറ തന്നീൽ പിറന്നോവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. ഖാദി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അക്കാലത്തുള്ള ഖാദിരാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആ ഖാദിയുടെ ബറക്കത്ത് നമ്മൾക്ക് നൽകണേ അല്ലാഹ്. ആ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഹ്യിദ്ദീൻ മാലയിൽ പറയാണ്. എന്താ പറയണത്? മുഹ്യിദ്ദീൻ മാല ഉണ്ടാക്കിയ ആളെ പേര് പറയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലും ബാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ കണ്ടൻ അറിവാള കാട്ടിത്തരും പോലെ ഖാദി മുഹമ്മദ എന്ന് പേരുള്ളോവർ. ഖാദി മുഹമ്മദ് എന്ന് പേരുള്ള അന്നത്തെ ഖാദിയാണ്. കോഴിക്കോട് കുറ്റിച്ചെറിയിൽ അവരെ ഖബർ ഒന്ന് പോകണം നമ്മൾ ഇൻഷാ അല്ലാഹ് സിയാറത്തിന് പോകുമ്പോൾ. ഉസ്താദ് ഷാഹിദ് ഉസ്താദ്, ഖതീബ് ഉസ്താദ് അടുത്ത സിയാറത്തിന് പോകുമ്പോൾ അങ്ങോട്ട് പോകണം. അതാ പറഞ്ഞില്ല മുസന്നിഫിന്റെ മുറാദ്. മനസ്സിലായോ?